പലരും പറയുന്ന കാര്യമാണ്, ഞാൻ അമിതമായിട്ടൊന്നും കഴിക്കുന്നില്ല പക്ഷെ വണ്ണം കുറയുന്നില്ല. ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് എന്നിട്ടും വയറ് കുറയുന്നില്ല. ഒരു മാസം ഞാൻ കഠിനമായ ഡയറ്റ് ചെയ്തു, 2 കിലോ കുറച്ചു, അതിനുശേഷം വീണ്ടും കൂടി. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. നമ്മുടെ 5M മെത്തേഡ് ഒന്ന് ചെയ്തു നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. കാരണം അമിതവണ്ണത്തിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഒരു ദിവസത്തിൻ്റെ പ്രശ്നമല്ല അത് വർഷങ്ങളായിട്ട് രൂപപ്പെട്ട ഒരു ജീവിതശൈലി പ്രശ്നമാണ്. അതുകൊണ്ട് അതിനെ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കാനായിട്ട് പറ്റില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്, ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ 10 കിലോ കുറയ്ക്കാം, ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയർ ഉരുകിപ്പോവും, ഈ ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് സ്ലിം ആകാം. ഇത് ശരീരശാസ്ത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അത്ര ലളിതമായിട്ടൊരു കാര്യമല്ല. ഒരു ബാങ്ക് അക്കൗണ്ട് പോലെയാണ്. വർഷങ്ങളായിട്ട് നിക്ഷേപിച്ച കൊഴുപ്പാണത്. ഒരാഴ്ച കൊണ്ട് അത് പിൻവലിക്കാനായിട്ട് പറ്റില്ല. അതിന് ക്ഷമ വേണം, നല്ല അറിവ് വേണം, ശരിയായ രീതി ഫോളോ ചെയ്യും വേണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ളൊരു മെത്തേഡാണ്. അതാണ് 5M മെത്തേഡ്. അമിതവണ്ണം കുറയ്ക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇത് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാക്കും. മുട്ടുവേദന കുറച്ച് കളയുമ്പോൾ ഉണ്ടാവും, സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അമിതമായിട്ടുള്ള പ്രമേഹം ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, അതുപോലെ അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും. വയറിന് വണ്ണം കൂടുതലാണോ? ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു നോക്കി. നിങ്ങളുടെ പൊക്കം ഒന്ന് ആദ്യം അളന്ന് നോക്കുക. ഒരു 180 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. അതിനെ നിങ്ങൾ പകുതിയാക്കിയാൽ 90 സെൻറ്റിമീറ്ററാണ്. അത് നിങ്ങളുടെ വയറിന് ചുറ്റും ഒന്ന് അളന്ന് നോക്കുക. അതായത് നിങ്ങൾ സാധാരണ ശ്വാസം എടുക്കുന്ന സമയത്ത് ഏറ്റവും തള്ളി നിൽക്കുന്ന ഭാഗം എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക. അത് 90 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് പൊണ്ണത്തടി ഉണ്ടെന്നാണ്. നമ്മുടെ വയറിന് ചുറ്റും വണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പ്രശ്നക്കാരനാണ്. കാരണം നമ്മൾ പിടിക്കുന്ന ഒരു വയറുണ്ടല്ലോ, അത് ശരിക്കും സബ്ക്യൂട്ടിനസ് ഫാറ്റാണ്. അത് ശരിക്കും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് വലിയ പ്രശ്നക്കാരനല്ല. പക്ഷേ അതിൻ്റെ അടിയിലൊരു ഫാറ്റുണ്ട്, അതാണ് വിസറൽ ഫാറ്റ്. അത് പ്രശ്നക്കാരനാണ്. അത് അവിടെ ഇരുന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് കൊണ്ടുപോകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പ്രവർത്തിക്കാതാവും. അപ്പോൾ എന്ത് സംഭവിക്കും? അമിതമായിട്ടുള്ള പ്രമേഹം ഉണ്ടായി തുടങ്ങും. അമിതമായ പ്രമേഹം ഉണ്ടായാൽ മതി, കൊളസ്ട്രോൾ ഉണ്ടാവും, അതുപോലെ അമിത രക്തസമ്മർദ്ദം ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, യൂറിക് ആസിഡ് പ്രശ്നം ഉണ്ടാവും. നമ്മുടെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ PCOD പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ഓവറിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ പല ഇഷ്യൂസും ഉണ്ടാവും. ഒരൊറ്റ കാരണം നോക്കിയേ, വയറിന് ചുറ്റും വണ്ണം കൂടിയതുകൊണ്ട് മാത്രം. അപ്പോൾ പൊണ്ണത്തടി കുറച്ചേ പറ്റുള്ളൂ. പലരും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്ന എന്താണ്? ചോറ് ഒന്ന് കുറയ്ക്കും, അല്ലേ? ചിലപ്പോൾ രാത്രി നമ്മൾ പഴങ്ങൾ മാത്രം കഴിക്കും, ചിലപ്പോൾ രാത്രി ഭക്ഷണം ഒഴിവാക്കും, ചിലരാണെങ്കിൽ പലതരത്തിലുള്ള ഡയറ്റുകൾ പരീക്ഷിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ വണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഭക്ഷണ നിയന്ത്രണം മാത്രം പോരാ, നമ്മളെ ശരീരത്തിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ 5M മെത്തേഡിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഞാനിത് മൊത്തമായിട്ട് പറയാം, നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. സംശയമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ റിക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ ബാച്ചുകൾ നടത്തുന്നുണ്ട്. ഒരു ബാച്ചിൽ 30 മുതൽ 40 പേരാണ് ഉള്ളത്. ഇങ്ങനെ ഓരോ മാസവും നമ്മൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം റിസൾട്ടുകളാണ് ഉള്ളത്. 2-3 ഫീഡ്ബാക്ക് ഒന്ന് കേട്ട് നോക്കി. മോഡ്യൂൾ 1 ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എനർജി ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈസി ആയിട്ട് നടക്കാനും സ്റ്റെപ്പ് കയറാനും മൂവ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. എനിക്ക് ഈ നല്ല ഗുണം വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 1-2 പേർക്ക് ഞാൻ പിന്നെ ഈ വീഡിയോകൾ അയച്ചു കൊടുക്കുകയും അവർ പൂർണ്ണമായിട്ട് ഷുവർ, ഞാൻ അതിന് ശേഷം തൊട്ടിട്ട് പോലുമില്ല, ഐസ്ക്രീമോ ഒന്നുമേ ഞാൻ കഴിക്കാറില്ല. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് അത്യാവശ്യം എക്സസൈസും ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ പോകുന്നു. എനിക്കിപ്പോൾ തന്നെ 50 ആയി ഞാനിപ്പോൾ ഓൾറെഡി. മെയിനായിട്ടുള്ള പ്രശ്നം എൻ്റെ വയറിൻ്റെ പ്രശ്നമായിരുന്നു. എനിക്ക് നല്ല ബുദ്ധിമുട്ട്. ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ചാലും നന്നായി വേർത്ത പോലെ, പിന്നെ എപ്പോഴും ഗ്യാസ് നിറഞ്ഞ പ്രശ്നമൊക്കെ ആയിരുന്നു. അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. വയറൊക്കെ പകുതിയായിട്ട് കുറഞ്ഞു. മോഡ്യൂൾ 1 ചെയ്യുന്നതിന് മുമ്പ് രാവിലെ എനിക്ക് എഴുന്നേൽക്കുമ്പോൾ നല്ല ക്ഷീണം തോന്നുമായിരുന്നു. ഇപ്പോൾ അത് മാറിക്കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഒരുപാട് എനർജറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. ഈസി ആയിട്ട് കയറി ഇറങ്ങാൻ, സ്റ്റെപ്പുകളൊക്കെ കയറി ഇറങ്ങാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ ഒരു സന്തോഷവും ഒരു ശരീരത്തിനൊക്കെ ഒരു ഊർജ്ജവും ഉന്മേഷവും ഒക്കെ നന്നായിട്ട് തോന്നുന്നുണ്ട്. അല്ല സാർ, വളരെ എനർജറ്റിക് ആണ്, അതുപോലെ ഹാപ്പിയാണ്. പരമാവധി ഇറ്റ് ഈസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. പണ്ടത്തെ ആളുകളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് പണ്ടത്തെ ഒരു വീഡിയോ ആണ്. നോക്കി അവരുടെ വയറ് നോക്കി, അവർക്ക് വണ്ണമില്ല. കാരണം എന്താ? അവർ അമിതമായിട്ട് നടന്നുകൊണ്ടിരുന്നു, അവർ അമിതമായി അധ്വാനിച്ചുകൊണ്ടിരുന്നു. നമ്മൾ എന്താണ്? ഫുൾ ടൈം ഇരിപ്പാണ്, അല്ലേ? കാറിൽ കയറിയാൽ അവിടെ ഇരിക്കും, കസേര കയറിയാൽ അവിടെ ഇരിക്കും, എവിടെയും എഴുന്നേറ്റ് പോകാറില്ല, അമിതമായി പണിയെടുക്കുന്നില്ല, ഫുൾ ടൈം മണിക്കൂറോളം ഓഫീസിലേക്ക് ഇരിക്കുകയാണ്. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സോഫയിലിരിക്കുന്നു, പിന്നീട് നമ്മൾ മൊബൈൽ നോക്കി ഇരിക്കുന്നു, പിന്നെ ഉറങ്ങുന്നു. ശരീരം ചലിക്കുന്നത് വളരെയധികം കുറവാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനെ അനക്കുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് M. അതായത് M എന്ന് പറഞ്ഞാൽ മൂവ് യുവർ ബോഡി. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് ദീർഘനേരം ഇരിക്കുന്നത് നമ്മൾ പുകവലിക്കുന്നതിനെയും കാട്ടും അപകടമെന്നാണ് പറയുന്നത്. പുകവലിയെക്കുറിച്ച് നമ്മൾ
സംസാരിച്ച് ധാരാളം ആളുകൾ അതിപ്പോൾ കുറച്ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകൾ ഇനാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കാലറി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അത് പുറത്തോട്ട് പോകുന്നില്ല. അപ്പോൾ 1 മണിക്കൂറിൽ ജിമ്മിൽ പോയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 23 മണിക്കൂറും ചുമ്മാ ഇരിക്കുവാണെങ്കിൽ അവിടെയും കാര്യമില്ല. അപ്പോൾ ഈ എമ്മണ്ട് നമ്മൾ ഏകദേശം 5ഓളം കാര്യങ്ങൾ പറഞ്ഞു തരും. നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് എന്ന് പറഞ്ഞാൽ NEAT എന്നുള്ളൊരു സാധനമുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. എക്സസൈസ് ചെയ്യാത്ത സമയത്ത് ശരീരം ചെലവഴിക്കുന്ന ഊർജ്ജത്തെയാണ് NEAT എന്ന് പറയുന്നത്. വീട്ടിൽ നടക്കുന്നത്, പടികൾ കയറുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത്, വീട്ടുജോലികൾ ചെയ്യുന്നത്, കുട്ടികളോടൊപ്പം കളിക്കുന്നത്, കാർ കുറച്ചു ദൂരം പാർക്ക് ചെയ്തതിനു ശേഷം നടന്നു പോകുന്നത്, ഇതെല്ലാം നീറ്റാണ്. ചില പഠനങ്ങൾ കാണിക്കുന്നത് ദിവസവും ചെയ്യുന്ന ഈ ചെറിയ ചലനങ്ങൾ പലപ്പോഴും ജിമ്മിലെ 1 മണിക്കൂർ വർക്കൗട്ടിനെയും കാട്ടും കൂടുതൽ കാലറി കത്തിക്കുന്നതാണ്. അത് നിങ്ങളുടെ ശരീരത്തിൽ ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എക്സസൈസ് ഒരു പ്രവർത്തനമാണ്, പക്ഷേ ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഒരു ജീവിത ശൈലിയാണ്. അപ്പം ശരീരം ചലിപ്പിക്കുന്നത് വെറും കാലറി കത്തിക്കാൻ മാത്രമല്ല, ശരീരത്തിലെ ഓരോ മസിലും ഒരു മെറ്റബോളിക് എഞ്ചിനാണെന്ന് ഓർക്കുക. നിങ്ങൾ നടക്കുന്ന സമയത്ത് കാലുകളെ മസിലുകൾ പ്രവർത്തിക്കുന്നു, പടികൾ കയറുന്ന സമയത്ത് തുടകളും അരക്കെട്ടുകളും പ്രവർത്തിക്കുന്നു, വീട്ടുജോലികൾ ചെയ്യുന്ന സമയത്ത് കൈകളും തോളുകളും പ്രവർത്തിക്കുന്നു. ഓരോ മസിലും പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിന് ഊർജം ആവശ്യമുണ്ട്. അതോടൊപ്പം ഈ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുകയും ഇൻസുലിൻ കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യും. രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കാൻ മസിൽ ഹെൽപ്പ് ചെയ്യും, കൊളസ്ട്രോൾ കുറയും, ഹൃദയാരോഗ്യം മെച്ചപ്പെടും, ശരീരം നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതായിട്ട് മാറും. അപ്പം M1 ഏകദേശം 5ഓളം മെത്തേഡ് ഉണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് നടക്കുക, മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ സ്റ്റാഫ് സ്ഥിരമായിട്ട് ചോദിക്കും, ഇത്തരം കാര്യങ്ങൾ ചെയ്തോ, ഈ കാര്യങ്ങൾ ഫോളോ ചെയ്തോ, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറ്റും. എല്ലാം പറയുന്ന 25ഓളം ടെക്നിക്ക് വഴിയാണ് നമ്മൾ വണ്ണം കുറയ്ക്കുന്നതും പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതും അമിത രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്നതും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതെല്ലാം. ഫാറ്റി ലിവർ ഒക്കെ ഫുള്ളി റിവേഴ്സ് ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ 25 കാര്യം ഒറ്റയടിക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ കാര്യം 3 ദിവസം ഫോളോ ചെയ്യും, രണ്ടാമത്തെ കാര്യം അടുത്ത 3 ദിവസം ഫോളോ ചെയ്യും, മൂന്നാമത്തെ കാര്യം അടുത്ത 3 ദിവസം ഫോളോ ചെയ്യും. അങ്ങനെ പതുക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ്. അങ്ങനെ നമ്മൾ രക്തസമ്മർദ്ദമാണെങ്കിലും അമിതമായിട്ടുള്ള കൊളസ്ട്രോൾ ആണെങ്കിലും അമിതമായിട്ടുള്ള പ്രമേഹമാണെങ്കിലും നമ്പർ അല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വയറ് കുറയും, വണ്ണം കുറയും, പല പ്രശ്നങ്ങളും കുറയും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇവിടുത്തെ പ്രശ്നം. നല്ല ഊർജ്ജസ്വലത തോന്നും, ഫാറ്റി ലിവർ റിവേഴ്സ് ആവും, ഹൈ ട്രൈഗ്ലിസറൈഡ് ഒക്കെ നോർമൽ ആവും, ഡയബറ്റീസ് തന്നെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ പൂർണ്ണമായിട്ട് റിവേഴ്സ് ആവും. ടോഫി എന്നൊരു കണ്ടീഷനുണ്ട്, തിൻ ഔട്ട്സൈഡ് ആൻഡ് ഫാറ്റ് ഇൻസൈഡ്. അത് കേട്ടിട്ടുണ്ടോ? അതായത് വലിയ വണ്ണമൊന്നും ഉള്ള ഒരാളല്ല, പക്ഷെ വയറ് മാത്രമുണ്ട്. ഇതും അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വിസറൽ ഫാറ്റ് ആണ് ആ പ്രശ്നക്കാരൻ. ഇത് ശരീരത്തിന് ഉള്ളിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അത് വളരെ ഡേഞ്ചറസ് ആണ്. അരക്കെട്ടിന്റെ വലിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റബോളിക് പല അസുഖങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അരക്കെട്ടിന് ചുറ്റുമുള്ള വണ്ണം. നടത്തം ഇമ്പോർട്ടൻ്റ് ആണ്, സൈക്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, നീന്തൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മുടെ വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില ഫലപ്രദമായ മാർഗ്ഗങ്ങളാണ്. ദിവസം 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വളരെ വേഗത്തിൽ നടക്കുകയാണെങ്കിൽ ഏതാനും ആഴ്ചകളിൽ തന്നെ നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറേയൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. ഫാറ്റി ലിവർ കുറയ്ക്കാനും ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതിലും പ്രധാനമായിട്ട് നമ്മുടെ തൂക്കത്തിന് മാറ്റം വന്നു തുടങ്ങും, നമ്മുടെ വിസറൽ ഫാറ്റും കുറയും. 1-2 ദിവസം കൊണ്ടല്ല, 3 ആഴ്ച 4 ആഴ്ച കഴിയുമ്പോൾ വെയിറ്റ് മാറി തുടങ്ങും. പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ ഇരിക്കരുത് എന്നുള്ളതാണ്. ഒരു 45 മിനിറ്റ് ആകുമ്പം എഴുന്നേറ്റ് 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഓക്കെ, മാക്സിമം നടക്കാനായിട്ട് നോക്കുക. സ്റ്റെപ്പുകൾ കയറാൻ അവസരമുണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ കയറുക. ഇനി അഥവാ മുട്ടുവേദന ഉള്ളവർക്കാണെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വ്യായാമങ്ങളുണ്ട്, അതാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഒരു 10,000 സ്റ്റെപ്പൊക്കെ ഞാൻ നടക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ മുട്ടുവേദന ഉള്ള ആളുകൾക്ക് പ്രയാസമായിരിക്കും. അത്തരം ആളുകൾക്ക് അതല്ലാതെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറേ മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ മൂവ് യുവർ ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ 2-3 ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒന്ന് തൈറോയ്ഡാണ്. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ വണ്ണം കുറയ്ക്കാൻ പ്രയാസമാണ്. അപ്പോൾ T3, T4, TSH നോക്കുമ്പോൾ അറിയാൻ പറ്റും ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡ് കുറവാണെങ്കിൽ വണ്ണം കൂടുതലുണ്ടാവും. രണ്ടാമത് നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ സാധാരണ 7ന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റിക് ആവാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. എത്രയും വേഗം നമ്മൾ കറക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. മൂന്നാമതായിട്ട് നിങ്ങളുടെ HbA1c ചെക്ക് ചെയ്ത് നോക്കുക. HbA1c 6.4ന്റെ മുകളിലാണെങ്കിൽ ഡയബറ്റിക് ആണ്. 5.7ന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ മെറ്റബോളിക് ഒരു പ്രശ്നത്തിന്റെ തുടക്കത്തിലാണ്. നിങ്ങൾ ഓൾറെഡി ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞു, അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം അവിടെ എത്തും. ഈ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആഹാരത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം റിവേഴ്സ് ചെയ്യാം. കൂടുതൽ കാലം നല്ലവണ്ണം ജീവിച്ചിരിക്കാം, ഒരു ലോഞ്ചിവിറ്റി കൂട്ടാം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. കുറേ ആളുകൾക്ക് മെച്ചപ്പെട്ടു. അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ നമ്മുടെ സ്റ്റാഫുകളുണ്ട്. നിങ്ങളോട് ചോദിക്കുകയും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഡ്വൈസ് ഓരോ ആളുകൾക്ക് കിട്ടും. 5M മെത്തേഡിന്റെ രണ്ടാമത്തെ കാര്യം പറയാം, അതാണ് മീൽ കൺട്രോൾ. മീൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം നിയന്ത്രിക്കുകയല്ല, നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിക്കാം. പക്ഷേ അത് നമ്മൾ കുറച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി കഴിക്കുകയാണ്. വളരെ സ്പീഡിൽ കഴിക്കുന്നില്ല, വളരെ ചവച്ചരച്ച് വളരെ സാവധാനത്തിൽ മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പഠിപ്പിക്കും എങ്ങനെയാണെന്നുള്ളത്.
ഏത് ഓർഡറിലാണ് കഴിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായി പറയും. കാരണം ആദ്യം പച്ചക്കറി കഴിച്ചു തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിൽ ഫൈബർ ധാരാളം എത്തുകയും നമ്മുടെ ശരീരത്തിൽ അത് പല ഗുണങ്ങളും ചെയ്യും. ഇങ്ങനെയുള്ള ചില മെത്തേഡ്സുകളാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അത് മാത്രമല്ല, പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. പഞ്ചസാര ഒരു വില്ലനാണ്, അറിയാം. ഡോക്ടർ ഡാനിഷ് എന്ന് പറഞ്ഞാൽ പഞ്ചസാരയ്ക്ക് എതിരാണ്. പഞ്ചസാരയും ബേക്കറി ഐറ്റംസും നമുക്ക് പ്രമേഹവും ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ചും പ്രോട്ടീൻ ഉൾപ്പെടുത്തേണ്ടി വരും. പ്രോട്ടീൻ നമ്മൾ ഓരോ കിലോയ്ക്കും ഒരു 20 ഗ്രാം മുതൽ 25 ഗ്രാം ആഡ് ചെയ്യണം ഓരോ കിലോയ്ക്കും. ഓക്കെ, ഇപ്പോൾ 1 to 1.2 ഗ്രാം പെർ കിലോഗ്രാം ആണ് വേണ്ടത്. ഇപ്പോൾ ഒരു 60 കിലോ ഉള്ളൊരു വ്യക്തിക്ക് ഒരു 60 ഗ്രാം പ്രോട്ടീൻ എങ്കിലും കഴിക്കണം. അപ്പോൾ പ്രോട്ടീൻ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. ഇങ്ങനെയെല്ലാം പലതരത്തിലുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് തരിക എന്നുള്ളതാണ് നമ്മൾ മീൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീൻ ഉൾപ്പെടുത്തി ഈ രീതിയിൽ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ കഴിക്കുകയും സാവധാനം കഴിക്കുകയും ഈ പറഞ്ഞ രീതിയിലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൊണ്ണത്തടിയും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അതെല്ലാം നമ്മൾ റിവേഴ്സ് ചെയ്യാം. ഇനി 5M മെത്തേഡിന്റെ മൂന്നാമത്തെ കാര്യം മസിൽ ബിൽഡിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ സ്ത്രീകൾ വിചാരിക്കും എനിക്ക് എന്തിനാ മസിൽ എല്ലാവർക്കും വേണം. നിങ്ങളുടെ കയ്യിലെ മസിൽ ഒന്ന് തൊട്ട് നോക്കി, അതിങ്ങനെ വളരെ ലൂസാണോ? അങ്ങനെയാണെങ്കിൽ അത് പ്രശ്നമാണ്. നമുക്ക് വലിയ ഉരുണ്ട, നമുക്ക് ഹൃതിക് റോഷനും സൽമാൻ ഖാനൊക്കെ ഉള്ള പോലെ മസിലല്ല വേണ്ടത്. അത്യാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള ഒരു മസിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രായമാകുമ്പോൾ ഇരുന്നിട്ട് എഴുന്നേക്കാൻ എളുപ്പമായിരിക്കും. അതുപോലെ പ്രമേഹമാണെങ്കിലും അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും ഒക്കെ കൺട്രോൾ ചെയ്യും. അതെങ്ങനെയാണെന്ന് അറിയോ? നമ്മളിപ്പോൾ ഒരു ആഹാരം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടല്ലോ, അത് പൊടിഞ്ഞ് പഞ്ചസാരയായിട്ട് മാറും. ഈ പഞ്ചസാരയ്ക്ക് രക്തത്തിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മസിൽ ഉണ്ടെങ്കിൽ അത് കുറേയൊക്കെ മസിൽ അങ്ങ് എടുത്തോളും. മസിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് പോകുന്ന മൊത്തം നമ്മുടെ രക്തത്തിൽ പോയിട്ട് അത് പല ഭാഗത്തും പോയി അടിയും. ഫാറ്റി ലിവറും പൊണ്ണത്തടിയും എല്ലാം ഉണ്ടാവും. അപ്പം മസിൽ കുറച്ചുകൂടെ ആക്റ്റീവും കുറച്ച് പിടിക്കുന്ന സമയത്ത് കുറച്ച് മസിൽ ഉള്ളതുപോലെ തോന്നും, പിടിക്കുമ്പോൾ മാത്രം, അല്ലാതെ നമ്മൾ ഷേപ്പ് ഒന്നും വേണ്ടിയല്ല. അപ്പം മസിൽ സ്ട്രെങ്തനിങ് വേണ്ടി പല തരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. അതായത് ബോഡി വെയിറ്റ് കൊണ്ടുള്ള വ്യായാമങ്ങളുണ്ട്, നമ്മുടെ റെസിസ്റ്റന്റ് ബാൻഡ് കൊണ്ടുള്ള വ്യായാമങ്ങളുണ്ട്, അതുപോലെ ജിമ്മിൽ പോയിട്ടുള്ള വ്യായാമങ്ങളുണ്ട്, അതുപോലെ പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്. പല പല ടൈപ്പുകളുണ്ട്. ഓരോ ആളുകൾക്ക് പറ്റിയ വ്യായാമങ്ങളാണ് ഇതിലൂടെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആളുകൾക്കും പറ്റുന്ന രീതിയിൽ, മുട്ടുവേദന ഉള്ളവർക്ക് മുട്ടുവേദന പറ്റിയിട്ടുള്ള വ്യായാമങ്ങൾ ഇതും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മൾ മൂന്നാമത്തെ M വഴി പറയുന്നത്. 5M മെത്തേഡിന്റെ നാലാമത്തെ കാര്യം മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. മെറ്റബോളിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിനെ താറുമാറാക്കുന്ന കാര്യമാണ് വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതും അതുപോലെ ലേറ്റ് ആയിട്ട് ആഹാരം കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് നമ്മൾ തടയുകയും നമ്മുടെ ഉറക്കത്തിൽ സമയം കൂട്ടുകയും ചില ടെക്നിക്കുകൾ വഴി നമ്മൾ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ മെറ്റബോളിസം ശരിയാക്കുമ്പോൾ തന്നെ പല അസുഖങ്ങളും ബെറ്റർ ആവും. കാരണം മെറ്റബോളിസം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രശ്നത്തിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും അതുപോലെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളും അമിതമായിട്ടുള്ള ഷുഗറും എല്ലാം ഉണ്ടാവും. ഇപ്പോൾ 5M മെത്തേഡിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പില്ലറാണ് ഈ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. മെറ്റബോളിസം ശരിയാക്കുമ്പോൾ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരെ കറക്റ്റ് ആവും. അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മൾ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നത്. ഇനി അഞ്ചാമത്തെ 5M മെത്തേഡ്, ഇവിടെ മോണിറ്ററിങ്ങും അതുപോലെ ഡെയിലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ പ്രോപ്പറായിട്ട് ഓരോ അസുഖത്തിന് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യും, മോണിറ്റർ ചെയ്യാണ്. കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ മൈൻഡ് വഴി അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ 5M മെത്തേഡിലുള്ള ഓരോ എമ്മിലും 5 കാര്യങ്ങൾ വെച്ചുണ്ട്. അങ്ങനെ 25ഓളം കാര്യങ്ങൾ വഴിയാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അമിതമായിട്ടുള്ള പൊണ്ണത്തടി പൂർണ്ണമായിട്ടും കുറയ്ക്കാനായിട്ട് പറ്റും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. നമുക്ക് പല മരുന്നുകളോ ഇഞ്ചക്ഷനോ ഒക്കെ ഉണ്ട്. ഇപ്പം പല ആളുകളും മൊഞ്ചാര എടുക്കാവോ അതുപോലെ പല ഇഞ്ചക്ഷൻ എടുക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം നമ്മുടെ മുഖത്ത് ചുളിവുകളുണ്ടാവാം, പല പല പ്രോബ്ലംസും നമുക്ക് ഭാവിയിലുണ്ടാവും. മരുന്ന് നിർത്തി കഴിയുമ്പം വിശപ്പില്ലാത്ത ബുദ്ധിമുട്ട്, വിശപ്പ് തോന്നാത്ത ഒരു ഫീലിംഗ്, ഫുഡിനോട് വിരക്തി, ഒരു ഡിപ്രഷനിലൂടെയൊക്കെ പോകുന്ന ധാരാളം ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ ഏറ്റവും നല്ല മാർഗം ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തോന്നും, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തോന്നും. അത്രമാത്രം ആളുകൾ അതിൻ്റെ ഫീഡ്ബാക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ചെയ്യേണ്ട ഒരാവശ്യമില്ല, കാരണം എനിക്ക് അത്യാവശ്യം നല്ല ജോലിയാണുള്ളത്. അതുമാത്രമല്ല എനിക്ക് ഒരു കുഴപ്പമില്ല, അത്യാവശ്യം വളരെ സെറ്റിൽഡാണ് ഞാൻ. പക്ഷെ ഞാനിത് ചെയ്യുന്നതിൻ്റെ കാര്യം അത്രമാത്രം ആളുകൾക്ക് അത് ഗുണം ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്ന സമയത്ത് അവിടെ പ്രമേഹം റിവേഴ്സ് ആയെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുക, നമ്മുടെ സ്റ്റാഫ് കറക്റ്റായിട്ടുണ്ട്, ഡയറ്റീഷ്യൻസ് ഉണ്ട്, അതുപോലെ ഡയബറ്റീഷ്യൻസ് ഉണ്ട്, അതുപോലെ പല ഡോക്ടേഴ്സും ഈ ഒരു ടീമിലുണ്ട്. ഇവരെല്ലാം കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യും, കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നോക്കും. അതെല്ലാം കറക്റ്റായിട്ട് പോകുന്ന സമയത്ത് നമുക്ക് പ്രമേഹമാണെങ്കിലും പൊണ്ണത്തടി ആണെങ്കിലും പല അസുഖങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒത്തിരി ആളുകൾക്ക് നല്ല മാറ്റം വന്നുകൊണ്ടാണ് 5M മെത്തേഡ് ഇപ്പോൾ നിങ്ങളോടെല്ലാം പറയുന്നത്.
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് എന്നോട് വരുന്ന പേഷ്യൻസിനോട് പറയുന്ന മെത്തേഡാണ് 5M മെത്തേഡ്. അത്രമാത്രം നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളോടും ഈ ഒരു മെത്തേഡ് പറയുന്നത്. ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. എൻ്റെ ശരീരത്തിലുണ്ടായ എല്ലാ മാറ്റവും 5M മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പ്രോഗ്രാമിനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സാപ്പ് നമ്പറും ഉണ്ട്, അത് ഞാൻ എൻ്റെ കമൻറ്റിൽ കൊടുത്തേക്കാം, അതിലും ജോയിൻ ചെയ്യാം. അതിൻ്റെ അകത്തും കുറേ ടിപ്സുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫും ഒരു സൊസൈറ്റിയും ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ 5M മെത്തേഡ് വളരെയധികം സഹായിക്കും. ഉറപ്പായിട്ടും ജോയിൻ ചെയ്തിരിക്കുക.